PSC എജു സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഫാക്റ്റാണ്. കൺഫ്യൂഷൻ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PSC ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ ഉത്തരം കിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ്? കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട് PSCയിൽ. അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ തെറ്റിച്ച് കളയും. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് തുടങ്ങുന്ന സീരീസിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, ഒന്നുകൂടി സ്വാഗതം. നമ്മുടെ ഈ സീരീസിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദി. കൃഷ്ണരാജസാഗർ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് കൃഷ്ണ നദിയിലാണെന്ന് തോന്നും, പക്ഷെ അല്ല, അത് കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദി. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദി. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നത് ബേബി ജോണാണ്. ബേബി ജോണാണ് കേരള കിസിഞ്ചർ. കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. ബേബി ജോൺ കേരള കിസിഞ്ചർ. ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് മെക്സിക്കോ. എന്താണ് ഈ തെക്കേ അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം? ഈ ലാറ്റിൻ ഭാഷ സംസാരിക്കുന്ന അമേരിക്കൻ രാജ്യങ്ങളെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പോർച്ചുഗീസ്, സ്പാനിഷ് എന്നിവയാണ് പ്രധാന ലാറ്റിൻ ഭാഷകൾ. ഇത് സംസാരിക്കുന്ന അമേരിക്കൻ രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഇതിൽ തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ വടക്കേ അമേരിക്കയിൽ തെക്ക് ഭാഗത്തുള്ള ചില രാജ്യങ്ങളും വരും. അങ്ങനെയാണ് വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമായി മാറുന്നത്. സൗരപഞ്ചാംഗം വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരമാണ് സൗരപഞ്ചാംഗം വികസിപ്പിച്ചത്. ചന്ദ്രപഞ്ചാംഗം വികസിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ മെസപ്പൊട്ടോമിയക്കാർ. മെസപ്പൊട്ടോമിയക്കാരാണ് ചന്ദ്രപഞ്ചാംഗം വികസിപ്പിച്ചത്. സൗരപഞ്ചാംഗം ഈജിപ്ഷ്യൻ സംസ്കാരം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് 15,005 ചതുരശ്ര മൈലിന് തുല്യം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് 15,005 ചതുരശ്ര മൈലിന് തുല്യമാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം നഗരം ബാംഗ്ലൂരും. ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ, ഇന്ത്യയുടെ പൂന്തോട്ടം നഗരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ പാടല നഗരം ജയ്പൂരാണ്. ഇന്ത്യയുടെ ധവള നഗരം ഉദയ്പൂരും. ഇന്ത്യയുടെ പാടല നഗരം ജയ്പൂർ, ഇന്ത്യയുടെ ധവള നഗരം ഉദയ്പൂർ. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റാണ്. ഇന്ത്യയുടെ റോസ് നഗരം ചണ്ഡീഗഡ്. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റ്, ഇന്ത്യയുടെ റോസ് നഗരം ചണ്ഡീഗഡ്. ഇന്ത്യയുടെ പവിഴ നഗരം തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ പവിഴ നഗരം. ഇന്ത്യയുടെ ഭാഗ്യനഗരം ഹൈദരാബാദ്. ഹൈദരാബാദ് സിറ്റി ഓഫ് ലക്ക് എന്നറിയപ്പെടുന്നു. ഹൈദരാബാദാണ് ഇന്ത്യയുടെ ഭാഗ്യനഗരം. കരയിലെ ഏറ്റവും ശക്തനായ മൃഗമാണ് ആന. വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് കടുവയ്ക്കും. കരയിലെ ഏറ്റവും ശക്തനായ മൃഗം ആന. വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് കടുവ. ഒഡീസി നൃത്തത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് കേളുചരൺ മഹാപാത്ര. ഇത് PSCയിൽ പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒഡീസി നൃത്തത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് കേളുചരൺ മഹാപാത്ര. യക്ഷഗാനത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് ശിവരാമ കാരന്താണ്. ശിവരാമ കാരന്താണ് യക്ഷഗാനത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ ഒഡീസി നൃത്തത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് കേളുചരൺ മഹാപാത്രയും യക്ഷഗാനത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിച്ചത് ശിവരാമ കാരന്തും. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കറുത്ത പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ വെളുത്ത പഗോഡ എവിടെയാണ്? പൂരി ജഗന്നാഥ ക്ഷേത്രമാണ് വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്നത്. ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രവും പൂരി ജഗന്നാഥ ക്ഷേത്രവും ഒഡീഷയിൽ തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമാണ് വരിക വരിക സാഹചര്യ. അംഷി നാരായണപിള്ളയാണ് ഈ വരിക വരിക സാഹചര്യ എന്ന പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഉൽപ്പന്നപ്പിരിവുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം. ഇത് പന്തളം KP രാമൻപിള്ളയാണ് രചിച്ചത്. ഓക്കെ, വരിക വരിക സാഹചര്യം ചോദിച്ചിട്ടുണ്ട്. അംഷി നാരായണപിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം പന്തളം KP രാമൻപിള്ള. ഇന്ത്യ രാജ്യത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. അതായത് ഇന്ത്യ ആസ് എ ഹോൾ. ഇപ്പോൾ എന്തെങ്കിലും കരാറിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ രാഷ്ട്രപതിയുടെ പേരിലാണ് നമ്മൾ സൈൻ ചെയ്യുക. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. കേരള നിയമസഭയിലെ ആദ്യ അംഗം റോസമ്മ പൊന്നൂസ്. റോസമ്മ പൊന്നൂസാണ് കേരള നിയമസഭയിലെ ആദ്യ അംഗം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയ് ഉമേഷ് റാവു ആണ്. ഉമേഷ് റാവു ആണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയ്.
കേരള നിയമസഭയിലേക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വ്യക്തിയാണ് കെ എം മാണി. കെ എം മാണിയാണ് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മത്സരിച്ച വ്യക്തി. എന്നാൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. അതേസമയം ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ കെ എം മാണി. ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് സി ഹരിദാസ്. 11 ദിവസമാണ് ഇദ്ദേഹം കേരള നിയമസഭാംഗമായിരുന്നത്. ഏറ്റവും കുറച്ചു കാലം കേരള മന്ത്രിസഭാ അംഗമായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാർ. 3 ദിവസം. ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തി സി ഹരിദാസും ഏറ്റവും കുറച്ചു കാലം കേരള മന്ത്രിസഭാംഗമായിരുന്ന വ്യക്തി എം പി വീരേന്ദ്രകുമാറും. എം പി വീരേന്ദ്രകുമാർ 3 ദിവസവും സി ഹരിദാസ് 11 ദിവസവും. ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ കേരളീയനാണ് ആർ ശങ്കർ. ഇദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയും ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും. ഓക്കെ, ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ കേരളീയൻ ആർ ശങ്കർ. ഇതിനെ നേരെ തിരിച്ച് മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ കേരളീയനാണ് സി എച്ച് മുഹമ്മദ് കോയ. മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ കേരളീയൻ. ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായത് ശങ്കറും മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായത് സി എച്ച് മുഹമ്മദ് കോയയും. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ്. അങ്ങനെയാണ് ബ്ലൂ ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണ് ബ്ലൂ ഹൗസ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. അങ്ങനെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കിട്ടുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ ബാറിൽ വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക്